ഏറ്റവും സന്തോഷകരമായ ആശ്വാസകരമായ ഒരു വാർത്തയുള്ളത് പടവെട്ടിക്കുന്നിൽ 4 പേരെ ജീവനോടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ആർമിയാണ് കണ്ടെത്തിയത്. ആർമി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ സംഘം ദീപക് മോഹനും സംഘവും ഇപ്പോൾ പടവെട്ടിക്കുന്നിൽ എത്തിയിട്ടുണ്ട്. പടവെട്ടിക്കുന്നിൽ എത്തിയിട്ടുണ്ട്. ജോൺ, ജോമോൾ, ക്രിസ്റ്റി ഒപ്പം ഇബ്രഹാം എന്നീ 4 പേരെയാണ് ഇപ്പോൾ പടവെട്ടിക്കുന്നിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതീവ ദുഷ്കരമായൊരു പ്രദേശമാണിത്. അവിടേക്ക് മിലിറ്ററി എത്തിയാണ് ഇപ്പോൾ ഈ 4 പേരെയും കണ്ടെത്തിയിരിക്കുന്നത്. മുണ്ടക്കൈ LP സ്കൂളിന് നേരെ എതിർഭാഗത്താണ് ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ആ പടവെട്ടിക്കുന്നിലാണ് 4 പേരെ ഇപ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ തന്നെ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ 30-ാം തീയതി നടന്ന വലിയ ഉരുൾപൊട്ടലിൽ ആ ഭാഗത്തേക്ക് വെള്ളം ഒരുപക്ഷെ ഒലിച്ചെത്തിയിട്ടുണ്ടാവില്ല. അതിന് തൊട്ട് മുമ്പുള്ള എല്ലാ മാർഗ്ഗങ്ങളും അടഞ്ഞുപോയി. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പുറം ലോകവുമായുള്ള വിവരം അല്ലെങ്കിൽ ഇവരവിടെ കുടുങ്ങിക്കിടക്കുന്ന വിവരം അറിയിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റോഷിപാൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാനുള്ളത്? ഇപ്പോൾ ദീപക് മോഹനും സംഘവും പടവെട്ടിക്കുന്നിൽ ഈ ജോമോൾ, ജോൺ, ക്രിസ്റ്റി ഇവരുടെ വീട്ടിലേക്ക് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുകയാണ്. 4 പേരെയും ജീവനോടെ തിരികെ പിടിക്കാനായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റോഷിക്ക് നൽകാനുള്ള വിവരം എന്താണ്? അരുൺകുമാർ, നമ്മൾ അല്പം മുമ്പ് വരെ ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറിനൊപ്പം ഈ മേഖലയാകെ അദ്ദേഹം ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ SP-ക്കൊപ്പം പരിശോധന നടത്തുകയായിരുന്നു. ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാൻ. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു അവസാനത്തെ ഒരു പരിശോധന എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും മുകളിൽ ആദ്യം ദുരന്തത്തിനിരയായ വീട് വരെ പോയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഈ പടവെട്ടിയിൽ ഈ രക്ഷാപ്രവർത്തകർ 4 പേരെ, ആർമിയുടെ സംഘമാണ് 4 പേരെ രക്ഷപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ADGP പറഞ്ഞത്. അവർക്ക് പരിക്കുണ്ട്. അവരെ ഇങ്ങോട്ടേക്ക് താഴേക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത്. ഏതെങ്കിലും ആവശ്യമാണെങ്കിൽ നേരെ ചൂരൽമലയിലേക്കാണ് ഈ 4 പേരെയും എത്തിക്കുക. അവിടെ നിന്നും ആവശ്യമാണെങ്കിൽ ആംബുലൻസ് ഒഴിവാക്കി എയർലിഫ്റ്റിംഗ് ചെയ്യാനുള്ള സംവിധാനം വരെ ആലോചിക്കുന്നുണ്ട് ആർമി. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവർ ആ മേഖലയിൽ ഈ ദുരന്തം ബാധിത മേഖലയാണോ എന്ന് വ്യക്തമല്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ ഈ 4 പേർക്ക് പരിക്കുണ്ടെന്നാണ് പ്രാഥമികമായി ആർമിയിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചൂരൽമലയിൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ആലോചനയും ആർമിയുടെ ഭാഗത്ത് അത്തരത്തിലുള്ള നീക്കവും ആർമിയുടെ ഭാഗത്ത് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രനുമായി MR അജിത് കുമാർ സംസാരിക്കാൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭിക്കും. കാരണം മുകളിൽ അദ്ദേഹം ഈ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ADGP അടക്കം പരിശോധിച്ചത് ഇനി ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ADGPയുടെ അടുത്ത പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ നേരിട്ട് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ADGP MR അജിത് കുമാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പരിശോധനയിൽ ഇനി തുടർ എന്ത് പ്രവർത്തനം, ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ള തീരുമാനം, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കുക ADGP തന്നെയാണ്. അതുകൊണ്ട് അല്പസമയം തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വേണം. ഈ നമ്മൾ പ്രതികരണം എടുക്കുന്ന മുമ്പ് മന്ത്രിയെ കണ്ടതുകൊണ്ട് ഇവിടെ അല്പം നിൽക്കുകയാണ്. അതിനുശേഷം നമുക്ക് പ്രതികരണത്തിലേക്ക് വരാം. അരുൺകുമാർ. ഓക്കെ, ഇപ്പോൾ പടവെട്ടിക്കുന്ന് എന്ന സ്ഥലത്ത് റിപ്പോർട്ടർ വാർത്താ സംഘം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് ജോമോളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ മറ്റൊരു സംഘവും എത്തിച്ചേരുന്നതാണ്. രക്ഷാപ്രവർത്തക സംഘം 4 പേരെ 4 ദിവസത്തിനു ശേഷം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. അവർ അപകടത്തിൽപ്പെടാതെ മറുഭാഗത്ത് അവർ ഒറ്റപ്പെട്ട് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തുള്ള LP സ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ്. അവിടെ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനെ നയിക്കുന്ന MR അജിത് കുമാറും ഒപ്പം തന്നെ ആർമിയുടെ സംഘവും ചേർന്നാണ് ഈ പടവെട്ടിക്കുന്നിൽ ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. അവരെ എയർലിഫ്റ്റ് ചെയ്തായിരിക്കും ഒരുപക്ഷെ താഴെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുക. കാരണം ആ പ്രദേശത്തു കൂടി ഇപ്പോഴും നടന്നു പോവുക അസാധ്യമാണ്. മറ്റു വാഹനങ്ങളൊന്നും ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടത്തിലല്ല. അവിടെ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. മറ്റ് പുറത്തേക്കുള്ള ബാഹ്യവിനിമയ സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ 4 പേർക്കും പുറത്തെ ലോകത്തെ വിവരം അറിയിക്കുന്നത്. ദീപക്.